ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു പാവ് ബജി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം പാവ് ബജിക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 2 വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കാപ്പിക്കടലയാണ് എടുത്തിട്ടുള്ളത്, അത് ഞാൻ വേവിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന്. പിന്നെ നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി എന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കവും പച്ചമുളക് കട്ട് ചെയ്തും പാടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും കടലയും കുറച്ച് മല്ലിയിലും പാടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഈ മസാലക്കൂട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ഇല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഉപ്പിൻ്റെ എരിവിൻ്റെ അളവ് നമുക്ക് കൂട്ടാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം അത് മറന്നതാട്ടോ പറയാൻ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. പാവ് ബജിക്കുള്ള മസാലക്കൂട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 4 ബണ്ണ് എടുത്തിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ചൂടായ ബട്ടറിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാവ് ബജി മസാലക്കൂട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബണ്ണെടുത്തിട്ട് ഈ ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാവ് ബജിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു.